കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കാർത്തിക ആദ്യത്തെ 15 നാഴികയിൽ പെടുന്ന നക്ഷത്രം, സ്ത്രീ നക്ഷത്രത്തിന് ചേരുന്ന പുരുഷ ജാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് കാർത്തിക ആദ്യത്തെ എന്ന് പറയുമ്പോൾ 1-ാം പാദം വരും. അത് അശ്വതി, ഭരണി, കാർത്തിക, മേടക്കൂറിൽ വരുന്ന ഏതൊക്കെയാണ് സ്ത്രീ നക്ഷത്രത്തിന് ചേരുന്ന ജാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക 2-ാം പാദം. കാർത്തിക 1-ാം പാദത്തിലുള്ളവർക്ക് കാർത്തിക 2-ാം പാദം പുരുഷ നക്ഷത്രം ചേരും. തിരുവാതിര, മകം, ഉത്രം 2-ാം പാദം. ഉത്രം ആദ്യ പാദമുണ്ട്, 2-ാം പാദമുണ്ട്. ചിങ്ങക്കൂറുണ്ട്, കന്നിക്കൂറുണ്ട്. അതിൽ ഉത്രം 2-ാം പാദം ചേരും. ചിത്തിര 2 പാദവും ചേരും. ചിത്തിരയിലെ ആദ്യ പാദമുണ്ട്, അവസാനത്തെ പാദമുണ്ട്. അതിൽ ആദ്യത്തെ നാഴികയും 2-ാമത്തെ നാഴികയിലും വരുന്ന ചിത്തിര 2 നക്ഷത്രങ്ങളും പുരുഷ നക്ഷത്രങ്ങളും നമുക്ക് കാർത്തികയിൽ ചേർക്കാം. പിന്നെ ചോതി, വിശാഖം 2 പാദവും ഇതുപോലെ തന്നെ 2 പാദവും നമുക്ക് ചേർക്കാൻ പറ്റും. കാർത്തികയ്ക്ക് വിശാഖം 2 പാദവും ചേരുന്ന നാളുകളാണ്. അനിഴം ചേർക്കാം, തൃക്കേട്ട ചേർക്കാം, മൂലം, പൂരാടം, ഉത്രാടം 2 പാദവും ചേർക്കാം. ഉത്രാടത്തില് ആദ്യ പാദവും അവസാന പാദവും വരുന്നുണ്ട്, അത് 2ഉം ചേർക്കാം. തിരുവോണം, പിന്നെ അവിട്ടം 2 പാദവും ചേർക്കാം. ചതയവും ചേർക്കാം. ഇത് കാർത്തിക ആദ്യത്തെ 15 നാളിനാണ് നമ്മൾ പറഞ്ഞത്. ഇനി കാർത്തിക 2-ാമത്തെ പാദം, അതായത് അവസാനത്തെ 45 നാഴിക, കാർത്തിക അവസാനത്തെ 45 നാഴിക വരുമ്പോൾ, അതായത് 2, 3, 4 പാദങ്ങൾ. കാർത്തിക ആദ്യത്തെ കഴിഞ്ഞാൽ 2-ാമത്തേത് മേടക്കൂർ കഴിഞ്ഞ് പിന്നെ ഇടവക്കൂറിലേക്ക് കിടക്കുമ്പോൾ 2-ാം പാദവും 3-ാം പാദവും 4-ാം പാദവും വരുന്നുണ്ട്. അതിൽ വരുന്ന സ്ത്രീ നക്ഷത്രം കാർത്തികയാണെങ്കിൽ അതിൽ വരുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെ നമുക്ക് ചേർക്കാൻ നോക്കാം. മേടത്തില് ആണ് സാധാരണ പുരുഷ നക്ഷത്രം വരുമ്പോൾ ഭരണി, മേടക്കൂറിൽപ്പെട്ട ഭരണി ചേർക്കാം. കാർത്തിക 2 നക്ഷത്രങ്ങളും തന്നെ 1-ാം പാദത്തിൽ 2-ാം പാദത്തിൽ 2 പാദവും ചേർത്ത് നമുക്ക് പൊരുത്തം നോക്കാം. തിരുവാതിര, ആയില്യം, ഉത്രം ആദ്യ പാദം ചേർക്കാം. ചിത്തിര 2 പാദവും ചേർക്കാം. ചിത്തിര, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം 2 പാദവും ചേർക്കാം. അതായത് കാർത്തികയ്ക്ക് ഉത്രാടം ആദ്യ പാദത്തിന് 2-ാം പാദത്തിന് ഉത്രാടം 2 പാദവും ചേർക്കാം. തിരുവോണവും അവിട്ടവും ചേർക്കാൻ പറ്റും. അവിട്ടത്തിൽ 2 പാദവും ചേർക്കാൻ പറ്റും. പിന്നീട് ചതയം, പൂരൊരുട്ടാതി 2 പാദവും, ഉത്രട്ടാതി, രേവതിയും. ഇത്രയും നാളുകളാണ് നമ്മൾ കാർത്തിക അവസാനത്തെ 45 നാഴികയിൽ വരുന്ന, അതായത് അവസാന പാദമായിട്ട് വരുന്ന കാർത്തിക നക്ഷത്രത്തിന് ചേരുന്ന പുരുഷ നക്ഷത്രങ്ങൾ. സ്ത്രീ നക്ഷത്രങ്ങൾ ആദ്യം പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ എല്ലാവരും ജാതകം നോക്കുമ്പോൾ സ്ത്രീയുടെ നക്ഷത്രത്തിൽ നിന്നാണ് നമ്മൾ പുരുഷന്റെ നക്ഷത്രത്തിലേക്ക് നോക്കുന്നത്. സ്ത്രീ ജാതകം വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പുരുഷ ജാതകം നമ്മൾ പൊരുത്തം നോക്കാറ്. അതുകൊണ്ടാണ് സ്ത്രീയുടെ ജാതകത്തിന് ചേരുന്ന പുരുഷ നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞത്. പുരുഷ നക്ഷത്രങ്ങളാണ് പറയുന്നത്, പുരുഷ ജാതകമല്ല. ഈ നക്ഷത്രത്തിൽ വരുന്ന ജാതകങ്ങൾ വന്നാൽ നമുക്ക് എടുക്കാം. ഇപ്പൊ ഈ സ്ത്രീയുടെ നക്ഷത്രം കാർത്തികയാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന നാളുകളിലുള്ള പുരുഷ നക്ഷത്രങ്ങൾ വന്നാൽ നമുക്ക് എടുക്കാം. എന്നിട്ട് ആ 2 പേരുടെ ജാതകമോ ഗ്രഹനിലയോ വെച്ച് അത് നമ്മൾ നല്ലപോലെ ഒത്തുചേർത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. സാധാരണ എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്, കാർത്തിക നക്ഷത്രമാണ്, കാർത്തിക നക്ഷത്രത്തിന് മകം ചേരുവോ, കാർത്തിക നക്ഷത്രത്തിന് ഉത്രട്ടാതി ചേരുവോ എന്നൊക്കെ എല്ലാവരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ വിളിച്ച് ചോദിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞാൽ അത് കോമൺ ഒരു നക്ഷത്രമാണ്. അതിൽ ആദ്യ പാദവും അവസാന പാദവും വരുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകളോ ഏത് പാദത്തിലാണ് ജനിച്ചത്. ഇപ്പൊ കാർത്തികയാണെങ്കിൽ ഏത് പാദത്തിലാണ്, മേടക്കൂറിലാണോ ഇടവക്കൂറിലാണോ വരുന്നതെന്ന് നോക്കുക. കൂറ് നോക്കുക, ഏത് പാദത്തിൽ 2-ാം പാദമാണോ 3-ാം പാദമാണോ നോക്കാം. സാധാരണ ജാതകങ്ങൾ ഗണിക്കുന്ന സമയത്ത് പഞ്ചാംഗം എഴുതുമ്പോൾ നമ്മൾ ഏത് പാദത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓരോ നക്ഷത്രത്തിലും വരുന്നവർ പാദം തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ആ പാദം അനുസരിച്ച് കൂറ് മാറാം. ഇടവക്കൂറ്, മേടക്കൂറ്, ഇങ്ങനെ ഓരോരുത്തർക്ക് കൂറ് മാറി വരാം. ഈ കൂറിനനുസരിച്ചുള്ള ജാതകങ്ങളായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത്. നാളുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ വിശകലനം ചെയ്യുന്നത്. അടുത്തത് സ്ത്രീ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി സ്ത്രീ നക്ഷത്രമായിട്ട് വരുമ്പോൾ അതിന് നമ്മൾ ചേർക്കാൻ പറ്റുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി ഉത്തമ പൊരുത്തമുള്ള നക്ഷത്രമാണ്. രോഹിണിക്ക് അശ്വതി ഉത്തമമാണ്, ഭരണി ഉത്തമമാണ്. ഉത്തമത്തിലുള്ള നാളുകൾ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അശ്വതി ഉത്തമമാണ്, ഭരണി ഉത്തമമാണ്. കാർത്തിക 1ഉം 2ഉം പാദം, കാർത്തികയിലെ ആദ്യത്തെയും 2-ാമത്തെയും പാദത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ നമുക്ക് രോഹിണിയിൽ ചേർക്കാം. പുരുഷ നക്ഷത്രം കാർത്തികയാണെങ്കിൽ സ്ത്രീ നക്ഷത്രം നമുക്ക് രോഹിണിയിലേക്ക് ചേർക്കാം. പിന്നീട് ഉത്രം 1ഉം 2ഉം ചേർക്കാം. അതായത് ഉത്രം 1ഉം 2ഉം 3ഉം 4ഉം പാദങ്ങൾ വരുന്നുണ്ട്. 1ഉം 2ഉം, അതായത് ചിങ്ങക്കൂറാണ് 1ഉം 2ഉം വരിക. ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്രം നക്ഷത്രക്കാരെ നമുക്ക് രോഹിണി നക്ഷത്രത്തിലേക്ക്
ചേർക്കാൻ സാധിക്കും. ചിത്തിര 1ഉം 2ഉം എടുക്കാം. ചിത്തിര നക്ഷത്രമായ പുരുഷ നക്ഷത്രമാണെങ്കിൽ അതിന് ഭരണി നക്ഷത്രം ചേരും. അത് 1ഉം 2ഉം ആവണം. ആവർത്തിച്ച് പറയാണ്, ഗ്രഹനില നോക്കി പാപസാമ്യം ഉണ്ടോ നോക്കണം. ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, വൈദവ്യ ദോഷമോ ഭാര്യമരണോ അങ്ങനെയുള്ള ദോഷങ്ങളോ സന്താന യോഗങ്ങളെല്ലാം ഉണ്ടോ നോക്കിയതിന് ശേഷം വേണം ഇത് നക്ഷത്രങ്ങൾ നമ്മൾ ചേർക്കാൻ. നക്ഷത്രം ചേരുമെങ്കിലും ചില ജാതകത്തിൽ ശുദ്ധജാതകമാവാം, ചിലത് പാപജാതകമാവാം. അത് നമ്മൾ എടുക്കപ്പെടേണ്ടതില്ല. പിന്നെ തൃക്കേട്ട ചേരും. മൂലം, പുരുഷ നക്ഷത്രം മൂലവും തൃക്കേട്ടയെല്ലാം രോഹിണിക്ക് ചേരും. പൂരാടം, ഉത്രാടം 2ആം പാദം, തിരുവോണം, അവിട്ട 1ആം പാദം ചേരും. ബാക്കിയുള്ള അവിട്ടം 2, 3, 4 ചേർക്കേണ്ടതില്ല. അവിട്ടത്തില് ചതയം ചേരും. പൂരോരുട്ടാതി 1ഉം 2ഉം ചേരും. ഉത്രട്ടാതി, രേവതി ചേർക്കാം നമുക്ക്.